കെ.പി. ആസ്ട്രോളജി കൃഷ്ണമൂർത്തി പദ്ധതി പ്രകാരം അഞ്ചാം ഭാവത്തിലെ ദോഷങ്ങളും പരിഹാരങ്ങളും. കെ.പി. ജ്യോതിഷത്തിൽ അഞ്ചാം ഭാവം, ഫിഫ്ത് ഹൗസ് വളരെ പ്രധാനപ്പെട്ട ഭാവമാണ്. ഇത് പ്രധാനമായും സന്താന ഭാഗ്യം, ബുദ്ധിശക്തി, വിദ്യാഭ്യാസം, പ്രണയം, മന്ത്രസിദ്ധി, പൂർവ്വജന്മ പുണ്യം, സൃഷ്ടിപരമായ കഴിവുകൾ, സ്പെക്കുലേഷൻ, ഷെയർ മാർക്കറ്റ്, ലോട്ടറി മുതലായവ എന്നിവയെ സൂചിപ്പിക്കുന്നു. അഞ്ചാം ഭാവം അതിന്റെ നക്ഷത്രാധിപൻ, സബ് ലോർഡ് അല്ലെങ്കിൽ അവയുമായി ബന്ധപ്പെട്ട ഗ്രഹങ്ങൾ പാപഗ്രഹങ്ങളുടെ ബാധയിലാണെങ്കിൽ ചില പ്രശ്നങ്ങൾ ഉണ്ടാകാം. അഞ്ചാം ഭാവദോഷത്തിന്റെ ലക്ഷണങ്ങൾ: വിദ്യാഭ്യാസ തടസ്സങ്ങൾ, പഠനത്തിൽ ഏകാഗ്രതക്കുറവ്, പരീക്ഷകളിൽ പ്രതീക്ഷിച്ച വിജയം ലഭിക്കാതിരിക്കുക, പഠനം പാതിവഴിയിൽ നിർത്തേണ്ടി വരിക, സന്താന സംബന്ധമായ പ്രശ്നങ്ങൾ, ഗർഭധാരണത്തിൽ കാലതാമസം, ഗർഭഛിദ്രം, കുട്ടികളുടെ ആരോഗ്യപ്രശ്നങ്ങൾ, കുട്ടികളുമായി അഭിപ്രായ വ്യത്യാസങ്ങൾ, പ്രണയജീവിതത്തിലെ പ്രശ്നങ്ങൾ, പ്രണയപരാജയം, ബന്ധങ്ങളിൽ വിശ്വാസക്കുറവ്, വിവാഹത്തിലേക്കുള്ള തടസ്സങ്ങൾ, മാനസിക പ്രശ്നങ്ങൾ, അമിത ഉത്കണ്ഠ, നെഗറ്റീവ് ചിന്തകൾ, ആത്മവിശ്വാസക്കുറവ്. മനോഹരമായ ആത്മീയ പരിഹാരങ്ങൾ: 1. ശ്രീകൃഷ്ണ ആരാധന. അഞ്ചാം ഭാവം ബുദ്ധിയുടെയും സന്താന ഭാഗ്യത്തിന്റെയും ഭാവമായതിനാൽ ശ്രീകൃഷ്ണ ആരാധന വളരെ നല്ലതാണ്. ഓം നമോ ഭഗവതേ വാസുദേവായ 108 പ്രാവശ്യം ജപിക്കുക. വ്യാഴാഴ്ചയും ഏകാദശി ദിവസങ്ങളിലും പ്രത്യേക പ്രാർത്ഥന നടത്തുക. 2. ഗണപതി ഉപാസന. വിദ്യാഭ്യാസ തടസ്സങ്ങൾക്കും ബുദ്ധിവികാസത്തിനും ഓം ഗം ഗണപതയെ നമഃ 108 പ്രാവശ്യം ജപിക്കുക. 3. സന്താനഗോപാല മന്ത്രജപം. സന്താന സംബന്ധമായ പ്രശ്നങ്ങളുണ്ടെങ്കിൽ ഓം ശ്രീം ഹ്രീം ക്ലീം ഗ്ലൗം ദേവഗീസുത ഗോവിന്ദ വാസുദേവ ജഗൽപദേ ദേഹി മേ തനയം കൃഷ്ണത്വാമഹം ശരണം ഗതഃ ദിവസവും 11 അല്ലെങ്കിൽ 21 പ്രാവശ്യം ജപിക്കാം. ദാനധർമ്മങ്ങൾ. വിദ്യാർത്ഥികൾക്ക് സഹായം, പുസ്തകങ്ങൾ ദാനം ചെയ്യുക, പഠനോപകരണങ്ങൾ നൽകുക, സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന കുട്ടികളുടെ വിദ്യാഭ്യാസത്തെ സഹായിക്കുക. ഇത് അഞ്ചാം ഭാവത്തിന്റെ കാർമ്മിക ദോഷങ്ങൾ കുറക്കുമെന്ന് വിശ്വസിക്കപ്പെടുന്നു. കുട്ടികൾക്ക് ഭക്ഷണദാനം. അനാഥാലയങ്ങളിൽ ഭക്ഷണം നൽകുക, കുട്ടികൾക്ക് മധുരപലഹാരങ്ങൾ വിതരണം ചെയ്യുക. ഗ്രഹാനുസൃത പരിഹാരങ്ങൾ: ഗുരുദോഷം. വ്യാഴാഴ്ച മഞ്ഞ വസ്ത്രം ധരിക്കുക, കടല പരിപ്പ് ദാനം ചെയ്യുക, ദക്ഷിണാമൂർത്തി അല്ലെങ്കിൽ ഗുരു ആരാധന നടത്തുക. ബുധദോഷം. ബുധനാഴ്ച വിഷ്ണു സഹസ്രനാമം ചൊല്ലുക, പച്ചപ്പയർ ദാനം ചെയ്യുക. ശനി ദൃഷ്ടി. ശനിയാഴ്ച എള്ളെണ്ണ വിളക്ക് തെളിയിക്കുക, വൃതരെ സേവിക്കുക. രാഹു കേതു ബാധ. നാഗദേവത ആരാധന, സർപ്പക്ഷേത്ര ദർശനം, ദുർഗാ സ്തോത്രം പാരായണം. അഞ്ചാം ഭാവത്തെ ശക്തിപ്പെടുത്തുന്ന നല്ല ശീലങ്ങൾ: 1. ദിവസവും 15 മിനിറ്റ് മന്ത്രജപം. 2. കുട്ടികളോട് സ്നേഹത്തോടെ പെരുമാറുക. 3. അധ്യാപകരെ ബഹുമാനിക്കുക. 4. മാതാപിതാക്കളുടെ അനുഗ്രഹം വാങ്ങുക. 5. ആത്മീയ ഗ്രന്ഥങ്ങൾ വായിക്കുക. 6. സത്യസന്ധയും ധാർമ്മികതയും പാലിക്കുക. കെ.പി. ജ്യോതിഷത്തിന്റെ പ്രത്യേക കുറിപ്പ്. കെ.പി. ആസ്ട്രോളജിയിൽ പരിഹാരങ്ങൾ പൊതുവായ ഭാവഫലങ്ങളെ ആശ്രയിച്ചല്ല, അഞ്ചാം ഭാവത്തിന്റെ സബ് ലോർഡ്, അതിന്റെ നക്ഷത്രാധിപൻ, ദശാഭുക്തി, ഗ്രഹസംബന്ധങ്ങൾ എന്നിവയെ അടിസ്ഥാനമാക്കിയാണ് കൂടുതൽ കൃത്യമായി നിർണ്ണയിക്കുന്നത്. അതിനാൽ നിങ്ങളുടെ ജനനതീയതി, സമയം, സ്ഥലം എന്നിവ ലഭിച്ചാൽ അഞ്ചാം ഭാവത്തിലെ യഥാർത്ഥ ദോഷങ്ങളും അതിനനുസരിച്ചുള്ള വ്യക്തിഗത പരിഹാരങ്ങളും കൂടുതൽ വിശദമായി പറയാൻ കഴിയും.